ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്കുള്ള ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചവ്വരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ചവ്വരി നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ കുക്കിംഗ് ടൈം നമുക്ക് ഒന്നും കൂടെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ സമയത്തിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്തുന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ വെളുത്ത കളറിലാണ് കാണുക. അപ്പോൾ ഇത് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് വെക്കുക. അതിങ്ങനെ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി, അപ്പോൾ അത് കുറച്ച് പാലെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ സീഡ്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാല് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ അരിപ്പൊടിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇത് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ പാലിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരി ഇല്ലേ, അത് ഊറ്റിയെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ആപ്പിൾ ചെറുതാക്കി മുറിച്ചതും മാങ്ങ ചെറുതാക്കി മുറിച്ചതും വത്തക്ക, അതായത് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളും പച്ചമുന്തിരിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചെറുപഴം മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുപഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പിച്ച് കുടിക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്